പിന്നെ ഞാൻ പറയലില്ല എപ്പോഴും എലോൺ മസ്കിന് ഒരു സ്ഥലം കൊടുക്കണം. കരച്ചില്, പ്രയാസങ്ങള്, നഷ്ടങ്ങള്, ചീത്തപ്പേരുകള്. അന്നത്തെ കാലത്തെ 8,000 രൂപ ആദ്യമായിട്ട് ലാഭം. 84-ല് ഫാദർ മരിച്ചു. ബ്രോക്കറായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ തുടങ്ങി. ഭയങ്കര ഹാർഡ് വർക്കാണ്. ഭയങ്കര ത്യാഗം സഹിച്ച ഒരു സംഭവമാണ് ആ സംഭവം. എടക്കരങ്ങാടിയിൽ ആദ്യത്തെ മൊബൈൽ ഉണ്ടത്. നമ്മളൊരു സോഫ്റ്റ് ലോഞ്ചിങ് നടത്തി. സോ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്, എവിടുന്നായിരുന്നു ഇതിന്റെ ഒക്കെ തുടക്കം? ഷെബീൻ, തുടങ്ങിയത് ഇവിടെ തന്നെയാണ്. പ്രസവം ഇവിടെയാണ്, എടക്കര ഈ വീട്ടിൽ വെച്ചിട്ട്. ഇവിടെ ഒരു ചെറിയ വീടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ തുടങ്ങി. ഞങ്ങള് ഉമ്മയൊക്കെ തിരുമ്പാനും കുളിക്കാനൊക്കെ ഇങ്ങോട്ട് വരും. ഞാനൊക്കെ അപ്പം തന്നെ ഈ മില്ല് ഒക്കെ അത് കഴിഞ്ഞ് ഞാൻ ഒരു 10ാമത്തെ വയസ്സിലാണ് ഈ മില്ല് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കുളിച്ചൊക്കെ വന്നിങ്ങനെ വാപ്പ ഇവിടെ പിന്നെ ഇതേമാതിരി വാഴക്ക നടുവായിരുന്നു. അതിലേക്ക് വെള്ളം പാരാൻ പറയും. പിന്നെ അതേമാതിരി തെങ്ങിന് വെള്ളം പാരാൻ പറയും. അങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒക്കെ ഒരു രസം. പിന്നെ അന്നത്തെ കാലത്തെ ഈ കറിച്ചാപ്പറിച്ച് മിഠായി, അതുപോലെ പിന്നെ കടല, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റ് പഠിച്ചിരുന്നു. അപ്പോൾ അതുമ്പോൾ കുറച്ച് 10 പൈസ 5 പൈസയൊക്കെ 5ൻ്റെ പൈസയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ കയ്യിൽ കിട്ടാറും. ആ കാലത്ത് തുടക്കം അയ്മന്നേ. അപ്പോൾ സുബിനെ ഈ കച്ചവടം അന്നേ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഒരു സാധനം നമ്മുടെ മനസ്സിലേക്ക് ഒരു മുട്ട് വരും. ആ മുട്ടിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ നമ്മളിങ്ങനെ മെല്ലെ ഒരു 8ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അവിടുന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച്, ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി നമ്മളെ ഗുരുനാഥന്മാരൊക്കെ ഇടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ഡ്രൈവിങ്ങും ബൈക്കൊക്കെ ഓടിക്കും. അതൊക്കെ പഠിച്ച് ആ സ്റ്റെപ്പും കഴിഞ്ഞ് പിന്നെ പോകണം എന്താ വെച്ചാൽ നമ്മൾ കച്ചവടത്തിലേക്കാണ്. കച്ചവടത്തിലേക്ക് പോകുമ്പോൾ ഒരു മരം ആനമറി വഴിക്കടവ് നിന്ന് പോത്തിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 100 രൂപയ്ക്ക് ഒരു മരം എടുത്ത് ആ മരം പോത്തുവണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് ലാഭം കിട്ടി. അങ്ങനെ ആ ലാഭം കൊണ്ട് കിട്ടിയപ്പോൾ പിന്നെ അത് ചെയ്തു. പിന്നെ ഇവിടെ തേക്ക്, മരുത് അങ്ങനത്തെ മരങ്ങളൊക്കെ എടുത്ത് വിറ്റാലൊക്കെ ലാഭം കിട്ടുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പിന്നെ നമ്മൾക്ക് ലാഭം കിട്ടി പഠിച്ചു. അങ്ങനെ ഫസ്റ്റിൽ ഏറ്റവും കൂടുതൽ പൈസ ലാഭം കിട്ടിയത് കോയമ്പത്തൂർ പോയിട്ട് ഒരു മെഷീനറി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു കുട്ടപ്പായി ചേട്ടൻ എന്ന് പറഞ്ഞ മരിച്ചുപോയി, ഞങ്ങൾ ലാസർ തിയേറ്ററിൻ്റെ ഒക്കെ ഓണർ. അയാൾക്ക് ലാഭം കൊടുത്തപ്പോൾ അന്നത്തെ കാലത്തെ 8,000 രൂപ ആദ്യമായിട്ട് ലാഭം. അന്ന് ലാഭം. പിന്നെ അതേപോലെ നാടുകാണിയിൽ ഒരു ലാൻഡ് കൊടുത്തപ്പോൾ ആ ലാൻഡിലെ കമ്മീഷൻ കിട്ടി. അതൊക്കെ വേറൊരു വൈബാണ്. അങ്ങനെ വന്നാണ് പിന്നെ നമ്മൾ വാപ്പ മരിച്ചു. 84-ല് ഫാദർ മരിച്ചു. ഫാദർ മരിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഈ മില്ല് നടത്തിയ മരക്കച്ചവടക്കാരൻ ഇരുപ്പ. അവിടുന്ന് ആ മരക്കച്ചവടം കഴിഞ്ഞ് പിന്നെ കാറ് കച്ചവടം കഴിഞ്ഞ് പിന്നെ ഒരു ഫാക്ടറി നടത്തി. അങ്ങനെ ആ ഫാക്ടറി ഒക്കെ നടന്ന് അതിന്ന് പിന്നെ റിയൽ എസ്റ്റേറ്റിലേക്ക് പിന്നെ അങ്ങനെ ഒരു 1996 മുതൽ ഇടയ്ക്കൊരു ഒരു വാപ്പുട്ടി എന്ന് പറഞ്ഞ ആളുണ്ട്. അയാൾ ഓഫീസിൽ പോയിരിക്കും. മഞ്ചേരി അസീസ്ക എന്ന് പറഞ്ഞ ഒരാൾ ഓഫീസിൽ പോയിരിക്കും. അവിടുന്ന് ഇങ്ങനെ കാറ് കച്ചവടവും സ്ഥലക്കച്ചവടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടാണ് പിന്നെ കോഴിക്കോട് വന്നിട്ട് നമ്മൾ പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക്. റിയൽ എസ്റ്റേറ്റ് തന്നെയായിരുന്നു ആദ്യം. അത് ബ്രോക്കറായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ തുടങ്ങി. 2000-ൽ ഒരു ഓഫീസ് ഇട്ട് ആ ഓഫീസിൽ നിന്ന് പിന്നെ അതിനെ 24/7 വർക്ക് ചെയ്യും. ഭയങ്കര ഹാർഡ് വർക്കാണ്. പിന്നെ മഞ്ചേരി ഒരു അസീസ്നാഹൻ്റെ അടുത്ത് എത്തിപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത് ഒരു വലിയൊരു പ്രയാസത്തിൻ്റെ സമയം. അദ്ദേഹത്തിൻ്റെ എളാപ്പ ഒരു ഉപമുഖ്യമന്ത്രിയായിരുന്നു ഔക്കാദ്. അപ്പോൾ അവരടുത്തൊരു സഹായം കിട്ടുന്ന എഴുതിയിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒരു 5-8 മാസം ഒരു പ്രശ്നത്തിലുണ്ടായപ്പോൾ ഒക്കെ ഭയങ്കര ത്യാഗം സഹിച്ച ഒരു സംഭവമാണ് ആ സംഭവം. അവിടുന്ന് വന്നിട്ടാണ് പിന്നെ കല്യാണം കഴിക്കുന്നത്. 90-ൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ ബാംഗ്ലൂരിലേക്ക് പലകയും മറ്റൊക്കെ കയറ്റുന്ന ഒരു സാധനം കിട്ടി. ആ സാധനം കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് പിന്നെ കാറ് കച്ചവടം. കോഴിക്കോട് ഓഫീസ് ഇട്ടപ്പോഴാണ് റിയൽ എസ്റ്റേറ്റിന് മേഖല. പിന്നൊരു ആഗ്രഹമാണ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണത്. ഒരു 25 വർഷം മുമ്പ് ഇതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഇതിനെ എങ്ങനെ മാസ്റ്റർ പീസാക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ കണക്ഷൻസ്, നല്ല ആൾക്കാരുടെ കണക്ഷൻസ്, ഫോണൊക്കെ മൊബൈലൊക്കെ വന്ന കാലം മുതൽ. മൊബൈൽ ഫസ്റ്റ് വരുന്നത് 96. അതിന് മുമ്പിൽ പേജറേ വന്നിരുന്നു. പേജറുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. മൊബൈൽ ഫസ്റ്റ് നമ്പറാണ്, അന്നെടുത്ത നമ്പറാണ് എന്നുള്ള നമ്പർ. ആ മൊബൈൽ വന്ന കാലം മുതൽ പിന്നെ ഇൻകമിങ് കോളിനൊക്കെ പൈസ ഉണ്ടായിരുന്നു. ആ ഒരു ഫോണിനൊക്കെ ഭയങ്കര പൈസയായിരുന്നു. ഇടക്കരങ്ങാടിയിൽ ആദ്യത്തെ മൊബൈൽ ഉണ്ടത് പേജറും ഞാനായിരുന്നു. ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലത്ത്. ആ കാലത്ത് പിന്നെ ടെക്നോളജി ഒക്കെ ഇങ്ങനെ വലുതായി വന്നു.
അപ്പോൾ ഓഫീസ് ഇട്ടു. പിന്നെ റിലയൻസ് 500 റുപ്യക്ക് ഒരു ഫോൺ കൊടുത്തില്ലേ. അന്ന് എല്ലാവർക്കും ഫോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ട്, ബ്രോക്കർമാരെ കയ്യിലൊന്നും ഫോണില്ല. അന്നൊക്കെ ഫോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഭയങ്കര ഹരായിട്ട് കച്ചവടങ്ങൾ ഇങ്ങനെ കൂടി വന്ന് പിന്നെ അത് എറണാകുളത്തേക്ക് നീട്ടി. പിന്നെയാണ് MA യൂസഫ് അലി അടക്കമുള്ള ആൾക്കാരുടെ, രവിപിള്ള അടക്കമുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അവിടേക്ക് അതിലേക്ക് കടന്ന് തിരുവനന്തപുരം പോയി. അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ദുബായിലൊക്കെ കച്ചവടം ചെയ്ത് അങ്ങനെ നമുക്കിത് വലുതാക്കണം തോന്നി. ഇപ്പം ഇന്ന് തിരുവോണത്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്. തിരുവോണത്തിൻ്റെ ഒരു ആഴ്ച മുമ്പ് കഴിഞ്ഞ 31-ാം തീയതി നമ്മളൊരു സോഫ്റ്റ് ലോഞ്ചിങ് നടത്തി. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം റിയൽ എസ്റ്റേറ്റിൽ വേൾഡിൽ ഒരു ഓഫീസ് തുടങ്ങണം, ഗ്ലോബലി. അതിപ്പോൾ ഈ കഴിഞ്ഞ 31-ാം തീയതി സോഫ്റ്റ് ലോഞ്ചിങ് നടത്തി. അതാണ് പിന്നെ എൻ്റെ തുടക്കത്തിൻ്റെയും അവസാനം. ഇപ്പം കഴിഞ്ഞ 31-ാം തീയതി കഴിഞ്ഞതാണ്. ലോങ് ടൈം വിഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു 1000 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റിയ സ്ഥാപനമായി മാറും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 കൊല്ലം വേണ്ട, ഒരു 3 കൊല്ലം കൊണ്ട് തന്നെ ഒരു 1000 ആൾക്കാരായി ജോലി ചെയ്യുന്ന ഒരു വിഷനാണ് ഞങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തുന്നത്. അതിന് മദ്രാസിൽ നിന്നാണ് 3 ഡയറക്ടേഴ്സ് ഉള്ളത്. ബാക്കി ഞാനും അടക്കമുള്ള ഒരു ടീമാണ് അത് ബിൽഡ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഞാൻ പറയില്ല എപ്പോഴും എലോൺ മസ്കിന് ഒരു സ്ഥലം കൊടുക്കണം, അത് ഇതിൽ നടക്കും ഉറപ്പാണ്. അപ്പം ഗ്ലോബലി ഒരു റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് നടന്നു. ഇനി അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇനാഗുറേഷൻ അടുത്ത മാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇനാഗുറേഷനോട് കൂടിയിട്ട് പിന്നെ അത് ആ മുട്ട് വിടർന്നാൽ അതിന് നമുക്ക് വേണ്ടത്, അതിൽ വേണ്ട കാര്യം എളിമ, വിഷൻ വേണം, ആൾക്കാരോടുള്ള പെരുമാറ്റം വേണം. നമ്മൾ ഒരു അഹങ്കാരി ആവരുത്. ചിലപ്പോൾ ഈ റൂം നിലത്ത്, പായിൽ, ബെഡിൽ, ഹയത്ത് റിജൻസിൽ, ഗ്രാൻഡ് ഹയത്തിൽ, ഒബ്രോയിൽ ഇതിലൊക്കെ നിൽക്കേണ്ടി വരും. ഹെലികോപ്റ്ററിൽ പോകേണ്ടി വരും, സൈക്കിളിൽ പോകേണ്ടി വരും. ഇതൊക്കെ ഈ ഒരു ഫീൽഡിന് ആവശ്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മൾ പിന്നെ ഇവിടെ പറഞ്ഞത് അവിടെ പറയാൻ പാടില്ല, അവിടെ പറഞ്ഞത് ഇവിടെ പറയാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ സ്വഭാവങ്ങൾ നന്നാക്കാണ്ട് ഇതിന് വേണ്ട സാധനങ്ങൾ കുറേ ബിൽഡ് ചെയ്യാണ്ടാണ്. ഇപ്പോഴും നമ്മളതിൽ തികഞ്ഞു എന്ന് ഞാൻ പറയില്ല, മനസ്സിലായില്ലേ? ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ സംഗതികളുണ്ട്. നമ്മുടെ സെൽഫിഷായിട്ട് ജീവിക്കരുത്, മറ്റുള്ള ആൾക്കാർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ വളരണമെങ്കിൽ അത് വേണം. നമ്മളൊപ്പം പോലെ പിന്നെ ഇപ്പോൾ നമ്മളൊപ്പമുള്ള ആൾക്കാരൊക്കെ നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, അസോസിയേറ്റഡ് ഡയറക്ടേഴ്സ് ഉണ്ട്. നല്ലൊരു ടീമിനാണ് ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതാണ് എൻ്റെ ഫൗണ്ടേഷൻ. അതാണ് എൻ്റെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞ് 31-ാം തീയതി കൊച്ചി ക്രൗഡ് പ്ലാസയിൽ പിന്നെ തറക്കല്ലിട്ടു. ഇതാണ് നീ ചോദിച്ചതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി. ഇതിൻ്റെ ഇടയിലൊക്കെ നടന്ന കുറേ സംഭവങ്ങൾ, എൻ്റെ മോനെ, കരച്ചിൽ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ, ചീത്തപ്പേരുകൾ, പിന്നെന്താ പറയുക, ഉന്തും തള്ളും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മളതിൽ പറയാതിരുന്നിട്ട് കാര്യമില്ല. അതായത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. അതിൽ നമ്മളിൽ വന്ന തെറ്റുകളുണ്ട്, അവരിൽ വന്ന തെറ്റുകളുണ്ട്, ഈ ബ്രോക്കർമാരായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ സംഗതികൾ ഇപ്പം നമ്മൾ അതിനൊക്കെ ഒതുക്കി മനസ്സിലാക്കി പ്രയാസത്തിലേക്കും പ്രശ്നങ്ങളിലേക്കൊന്നും പോവാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് കൂടിയിട്ടാണ് ഈ KLG എന്ന് പറഞ്ഞ സാധനത്തിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർഫെക്റ്റ് സ്ട്രക്ചേർഡ്, അടിപൊളി. അതായത് ആ സ്ട്രക്ചറിൽ ഒരു തകരാറും വരാത്ത രീതിയിലാണ് അതിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് പോകുന്നത്. അതാണ് നമ്മുടെ വലിയൊരു ഡ്രീം. പിന്നെ ഡ്രീം എന്ന് പറഞ്ഞല്ലേ, എലോൺ മസ്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ സംഭവമല്ലേ, അയാളത്തൊക്കെ ഒന്ന് എത്തിപ്പെട്ടിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നല്ലേ ഒരു ചെറിയ ആഗ്രഹം ഉണ്ട്. ആഗ്രഹം അറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പോൾ അതിൽ സ്ലോലി ചെറിയ വണ്ടി, വലിയ വണ്ടി, എല്ലാവിധ വാഹനങ്ങളും, എല്ലാ ഹെലികോപ്റ്റർ വരെ റെന്റിന് കൊടുക്കുന്ന സംഗതി നമുക്ക് ഉണ്ട്. ഇപ്പോൾ എലോൺ മസ്കിന്റെ മോനും ട്രംപും ഇരുന്നപ്പോൾ മൂക്കിൽ വരലിട്ടൊരു സംഭവം അറിയില്ല നിങ്ങൾക്ക്? ടേബിൾ അടക്കം മാറ്റി, എല്ലാം മാറ്റി. അത് ഭയങ്കര സംഭവമല്ല. അപ്പോൾ അതൊക്കെ നോക്കണം. അങ്ങനത്തെ ടേബിൾ മര്യാദ മുതൽ നിങ്ങളെ മാനേഴ്സിനെ നമ്മൾ ചെറിയ കാര്യമല്ല, ചെറിയ ഒരാൾ വരുമ്പോൾ എണീക്കുന്നില്ല കുട്ടികൾ. ഇങ്ങനെ നോക്കിയിട്ട് വാപ്പല്ല ഉമ്മ ഉണ്ട്, ഉമ്മ അപ്പുറത്ത് പോയതാ, ആരാ അത് നോക്കണ വരെയല്ല. ഇതാണ് സത്യം. ഇങ്ങനത്തെ ഒരു ബേസിക് മാനേഴ്സ് വളരെ കുറവാണ്. അതിനെ പഠിക്കണം. അത് എത്ര പണം ഉണ്ടായിട്ടും എത്ര സംഗതി ഉണ്ടായിട്ടും കാര്യമില്ല. അതൊരു ബേസിക് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സാധനം. ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഏത് വലിയ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചോറ് കഴിക്കുക ആദ്യം, അതൊരാളിനെ തിരുത്തി ഇങ്ങനെ കഴിക്കണം, മനസ്സിലായോ? അതുവരെ
ഇങ്ങനെ സ്മോൾ തിങ് ആണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് ഉണ്ട് ഭയങ്കര. അപ്പൊ അവര് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ചിന്തിക്കും ഇയാളെന്താ ഇങ്ങനെ കഴിക്കും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കഴിച്ചാലേ രസം കിട്ടാതെ നമ്മൾ ഒറ്റക്ക് കഴിക്കുക. ആ ടേബിളിൽ പറയേണ്ട മര്യാദകൾ അവിടെ വേറെ. ഇപ്പോ നമ്മള് ഈ പൈസ കുറെ സമ്പാദിച്ച് ഒരു ഹോട്ടലിൽ പോയി, ഇപ്പൊ നിങ്ങളെ ചായവാലി തന്നെ വന്നു, ചായവാലി വന്നിട്ട് ബില്ല് കൊടുക്കാതെ മാറിക്കണം പൈസ ഉണ്ടായിട്ടും, അത് തെറ്റാണ്. ശരിക്കും പോക്കറ്റ് കഴിഞ്ഞിട്ട് ആ പൈസ കൊടുക്കണം. നമുക്ക് ആകെ ഒരു കൂട്ടുകാർക്ക് ചിലവാക്കാൻ പറ്റിയ എന്താ, ചോറ് വാങ്ങിക്കൊടുക്കുക, ചായ വാങ്ങിക്കൊടുക്കുക, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. ഭക്ഷണം അതൊരു ഹരാണ്. അല്ലാതെ അവർക്കിപ്പോ ഒരു 10 ലക്ഷം ഒരു 10 സെന്റ് സ്ഥലമോ അവർക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഈ കൊടുക്കുമോ? ഞാനും കൊടുക്കും, ആരും കൊടുക്കില്ല. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും നല്ല ചിരി, ഒരു ചായ, ഒരു ഭക്ഷണം. ഭയങ്കരല്ലേ. പിന്നെ അവരോട് ഇപ്പൊ ഓഫീസിലൊക്കെ വന്നാല് എന്നാ പൊയ്ക്കോളി എന്നിട്ട് പറഞ്ഞേക്കലല്ല. അങ്ങനത്തെ സ്നേഹത്തിന്റെ ഒരു 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 വാതിലുണ്ട് അവിടെ. അത് തുറന്നു കൊടുത്ത് കാറിൽ കയറ്റിയിരുത്തി ശരിട്ടോ ഓക്കേടാ താങ്ക് യു, ഒരു മനസ്സും നിറയും. അതിന്റെ നന്മ നമുക്കും കിട്ടും. പിന്നെ ഭയങ്കര സംഭവല്ലേ. പിന്നെ ഇപ്പത്തെ കുട്ടികൾക്ക് ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട്, അതുകൂടി ഇപ്പൊ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നിസ്കാരം, അമ്പലം, ഞായറാഴ്ച പള്ളികള് വളരെ കുറവാണ്. ബൈബിള്, രാമായണം, ഖുർആന് ഇതൊന്നും ആരും ഇപ്പൊ തൊട്ട് നോക്കണമല്ല. ശരിക്കും എല്ലാം മൊബൈലുണ്ട്, ഈസി ആക്സസിബിൾ ആണ്. ഇപ്പോൾ ഈസി ആക്സസാണ്. പക്ഷെ എത്ര ആൾക്ക് യാസീൻ അറിയാം, രാമായണത്തിലെ വേർഡ്സ് അറിയാം, ബൈബിളിലെ കുറെ കാര്യങ്ങൾ അറിയാം? ആർക്കറിയാം? കുട്ടികൾ ഞായറാഴ്ച മടിക്കണം. രാവിലെ നീച്ച് അവിടെ പോയിട്ട് നിൽക്കണം, അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം, പഠിച്ചവർ പ്രാക്ടീസ് ചെയ്യണം. 5 മണിക്ക് സുബഹി നിസ്കരിക്കണം. ഈ ഒരു ട്രെൻഡ് ഒറ്റ മാറിപ്പോയി. അതായത് ശതമാനം പറയുകയാണെങ്കിൽ വളരെ കുറവ് തന്നെ, 15 or 10 ഉണ്ടാവുള്ളൂ എന്നെ അഭിപ്രായം. അങ്ങനത്തെ ഒരു ഫാമിലി പെട്ട കുട്ടികൾക്കുണ്ട് ഒരു ഉത്തരവാദിത്വം. അത് ഈ നമ്മുടെ ഈ നമ്മൾ കേരളത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഒരേ മാതിരിയാണല്ലോ. നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മൾ അമ്പലത്തിൽ പറഞ്ഞേക്കും, ക്രിസ്ത്യൻ പള്ളി പോകുന്ന ആൾക്കാർ രാവിലെ പള്ളി പോടാന്ന് പറയും. ഇതാണല്ലോ കേരളത്തിന്റെ ഒരു കൾച്ചർ. 5 വക്ത് നിസ്കരിക്കണം. 5 വക്ത് നിസ്കരിക്കുമ്പോൾ തന്നെ എന്ത് മനസ്സമാധാനം. ആകെ എത്ര മിനിറ്റാ? 5 മിനിറ്റാ. ഒരു ഒതുണ്ടാക്കി നിസ്കരിച്ച് വരുമ്പോൾ തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് കിട്ടുന്ന മനസ്സമാധാനം ഭയങ്കര. ഒരു രാവിലെ പോയി അമ്പലത്തിൽ പോയിട്ട് ഒന്ന് ആ ഏത് ദൈവത്തിനാണോ അതൊന്ന് പോയിച്ച് ഒരു കുറിയും തൊട്ടിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനമാണ്. ഒന്ന് പള്ളി പോയിട്ട് ഒന്ന് അല്ലെ കുമ്പസരിക്കണ്ട, ഒന്ന് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനത്ര. പിന്നെ ഒപ്പമുള്ള ആൾക്കാർ, കടക്കാർക്ക് കടം വന്ന ആൾക്കാർക്ക്, ബാങ്ക് ലോണുള്ള ആൾക്കാർ, കണ്ടമാനം പ്രയാസപ്പെടുന്ന രോഗികൾ, അവർക്കൊക്കെ ഒരൊറ്റ പ്രാർത്ഥിക്കുക കുട്ടികൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും നല്ലത് തരണം എന്നൊക്കെ പറയും. ഇതൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നു. ഈ പുതിയ യങ്സ്റ്റേഴ്സിന് ഓല് മൊബൈല് ഇത് തോന്നുന്നു. ഞാനടക്കം ഞാനെന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞുതരട്ടോ. ഇപ്പൊ ലോകം എങ്ങോട്ടാ പോകുന്ന വെച്ചാൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാം. എനിവേ താങ്ക് യു വെരി മച്ച്. നല്ല സന്തോഷം. ഓക്കെ, താങ്ക് യു.